നോക്കാം ഇരിക്കേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. ഈ ചിക്കൻ്റെ പീസുകൾ ഞാനിവിടെ ഒരു മീഡിയം പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ചിക്കനിലേക്ക് നമ്മളൊരു മസാല നമ്മൾ അരച്ച് ചേർക്കും. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 9 വലിയ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, ഒരു വലിയ കഷ്ണം ഇഞ്ചി, 3 വലിയ ചുവന്നുള്ളി, പിന്നെ പച്ചമുളക്. ഞാനിവിടെ നല്ല എരിവുള്ള ഇതേപോലത്തെ 3 ചെറിയ പച്ചമുളകാണ് എടുത്തേക്കുന്നത്. പിന്നെ ഉണക്കമുളക് വേണം. പിന്നെ 2 ടേബിൾ സ്പൂൺ നല്ല കട്ട തൈര്, ഒരു പിടി കറിവേപ്പില. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. പിന്നെ 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല വേണം. പിന്നെ ഞാനിവിടെ 1/4 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും 1/2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടിയിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ഈ ചിക്കനിലേക്ക് മസാലകൾ മിക്സ് ചെയ്യുന്ന സമയത്ത് ഇതും കൂടിയിട്ട് നമ്മൾ ചേർക്കണം. ഈ അരിപ്പൊടിയും കോൺഫ്ലവറും നമ്മൾ ചേർക്കുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിക്കൻ്റെ മസാല ചിക്കന്മേ ശരിക്കും പിടിക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് നോക്കാം എങ്ങനെ കറിയാക്കാന്ന്. ഈ തവ ചിക്കൻ മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്കുള്ള പേസ്റ്റ് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഈ ജാറിലേക്ക് നമുക്ക് അരച്ചെടുക്കാനുള്ളതെല്ലാം ചേർക്കാം. ഇതിലേക്ക് നമുക്ക് വെളുത്തുള്ളി ചേർക്കാം, ചുവന്നുള്ളി ചേർക്കാം, ഇഞ്ചി ചേർക്കാം, പച്ചമുളക് ചേർക്കാം, ഉണക്കമുളക് ചേർക്കാം, ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ തൈര് ചേർക്കാം. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. കറിവേപ്പിലയും കൂടിയും ചേർത്തിട്ട് അരയ്ക്കാം. ഞാനത് ഏറ്റാദ്യം അരച്ചപ്പോൾ കറിവേപ്പില ചേർക്കാൻ മറന്നുപോയി. ഇതെല്ലാം ചേർക്കുമ്പോൾ എല്ലാം കൂടിയിട്ട് ഒരുമിച്ച് ചേർക്കാം. മസാല നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇല്ലെങ്കിൽ നമ്മൾ ആ തൈര് ചേർത്തേക്കണേനും ഇത് അരച്ചെടുക്കുമ്പോൾ ഒട്ടും വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ഇത് നമുക്ക് ചിക്കനിലേക്ക് മിക്സ് ചെയ്യാം. പാത്രത്തിലേക്ക് നമുക്ക് ചിക്കൻ ഇടാം. ചിക്കനിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. നമ്മൾ അരച്ച് വെച്ചേക്കണ മസാല ചേർക്കുക. ഇതിലേക്ക് നമ്മൾ ആ ചുവന്നുള്ളി ചേർക്കുമ്പോൾ ചുവന്നുള്ളി ഇല്ലെങ്കിൽ ചുവന്നുള്ളിക്ക് പകരം സവോള ചേർത്താലും മതി. ഇതിലേക്ക് കോൺഫ്ലവറും റൈസ് ഫ്ലോറും ചേർക്കുക. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇതിലേക്ക് ഗരം മസാല ചേർക്കാം. ഇപ്പോൾ ചിക്കനിലേക്ക് മസാലകളൊക്കെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇത് കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും ചിക്കൻ നമ്മൾ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. ഇത് നമുക്ക് ചിക്കൻ തവ മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നല്ല കട്ടിയുള്ളൊരു പാൻ വെച്ചിട്ട് ചൂടാക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിക്കാം. ഈ ചൂടായ ഓയിലിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കണം ചിക്കൻ്റെ പീസുകൾ ചേർക്കാം. ഈ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് മൂടി വെച്ചിട്ട് ചിക്കൻ്റെ പീസുകൾ നമുക്ക് വറുത്തെടുക്കാം. ഒരു സൈഡ് നന്നായിട്ട് മൊരിഞ്ഞ് കഴിയുമ്പോൾ മറ്റേ സൈഡും കൂടി തിരിച്ചിടണം. അപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് മൂടി വയ്ക്കാം. അപ്പോൾ ചിക്കൻ്റെ പീസുകൾ ഒരു സൈഡ് നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. നമുക്ക് മറ്റേ സൈഡും കൂടി തിരിച്ചിടാം. നമുക്ക് മൂടി വെച്ചിട്ട് ചിക്കൻ്റെ മറ്റേ സൈഡും കൂടി നന്നായിട്ടൊന്ന് മൊരിയിച്ചെടുക്കാം. ഇപ്പോൾ തവ ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇതിലേക്ക് നമ്മൾ തൈരൊക്കെ മാരിനേറ്റ് ചെയ്ത് വെച്ചാലും ചിക്കൻ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും.